വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും. അതിൻ്റെ 1ാമത്തെ ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് സ്ക്വയറും റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചും അല്ലേ, ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. അത് കയറി കാണുക. കണ്ടതിന് ശേഷം 2ാമത്തെ പാർട്ടായി ഇത് കാണണം കേട്ടോ. അതായത് പേജ് നമ്പർ 150ാമത്തെ പേജിലെ ഇരട്ടിപ്പരപ്പ് എന്നതാണ്. ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ കുഞ്ഞുങ്ങളെ നേരെ നടുക്കുകൂടെ ഈ വരയ്ക്കുന്ന വരയ്ക്ക് ഇതിപ്പോൾ മുറിച്ചേക്കുകയാണ്. ഒരു സ്ക്വയറിൻ്റെ നേരെ നടുക്കൂടെ ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ ഡയഗണൽ അല്ലെങ്കിൽ വികരണം എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ ഡയഗണൽ അല്ലെങ്കിൽ വികരണം. ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഒരു സ്ക്വയറിനെ നേരെ നടുക്കും കൂടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഈ ഒരു ആംഗിൾ ഈ സൈഡ് ഉണ്ടല്ലോ, അത് 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കിക്കേ, ഏതെങ്കിലും ഒരു വശം കണ്ടോ, ഈ ഒരു വശം എന്താവും നിങ്ങളെ 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ ആദ്യമേ തന്നെ അതിനെക്കുറിച്ചാണ് സ്ക്വയറും മട്ടത്രികോണങ്ങളും എന്നാണ് അല്ലേ പാഠത്തിൻ്റെ പേര്. ഒരു സ്ക്വയറിനെ നേരെ നടുക്കൂടെ ഈ വരയ്ക്കുന്ന വരയ്ക്ക് പറയുന്ന പേര്, ഈ വരയ്ക്കുന്ന പേരെന്താ, ഡയഗണൽ അല്ലെങ്കിൽ വികരണം എന്നാണ്. അപ്പോൾ ഇതിനകത്തിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നത്, ഒരുപോലെയുള്ള 2 മട്ടത്രികോണങ്ങൾ ചേർന്നാൽ, ഒരുപോലെയുള്ള 2 മട്ടത്രികോണങ്ങൾ ചേർന്നാൽ എന്താ ഒരു ചെറിയ സമചതുരമാകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ പേപ്പർ വെച്ച് വെട്ടി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സമചതുരത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വരയ്ക്കുന്നതിന് വികരണം അല്ലെങ്കിൽ ഡയഗണൽ. കണ്ടോ, ഇനി നോക്കിക്കേ, ഇത് നിങ്ങൾ പേപ്പർ വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. സമചതുരത്തിൻ്റെ വശം ചെറിയ സമചതുരങ്ങളുടെ ഏതെങ്കിലും വളമാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അത് നമ്മൾ ഇനി കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തൊട്ടാണ് നമുക്ക് അതിനകത്തിലെ പ്രധാനപ്പെട്ട, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഞാൻ പറയുകയാണ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം. ഇതറിയാം ആദ്യമേ കേട്ടോ. നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. ഒരു വശം മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ, സമചതുരത്തിൻ്റെ ഒരു വശം മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ബാക്കിയും അത് തന്നെ ആയിരിക്കും. ഇപ്പം 3 സെൻറ്റിമീറ്ററേ തന്നിട്ടുള്ളെങ്കിൽ അതിൻ്റെ ബാക്കി വശങ്ങളും എന്താവും നിങ്ങളെ 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിൻ്റെ പെരിമീറ്റർ എന്താവും നിങ്ങളെ, പെരിമീറ്റർ അതായത് പെരിമീറ്റർ നമ്മൾ പറഞ്ഞു ചുറ്റളവ് 4 × 1 സൈഡ്, 4 × 1 സൈഡ്, 4 × സൈഡ് എത്ര 3, 4 × 3 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണ്? ഇത് നിങ്ങളുടെ ടെസ്റ്റ് ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് ഇതുവരെ പഠിപ്പിച്ചത് വെച്ച് ചോദിച്ചതാണ്. അങ്ങനെയും ചോദിക്കാം പരീക്ഷയ്ക്ക്. ഈ സമചതുരത്തിൻ്റെ ഏരിയ കാണുക, സ്ക്വയർ അല്ലേ, ഏരിയ ഓഫ് സ്ക്വയർ എന്താ, പരപ്പളവ് എന്താ, സൈഡ് ഇൻറ്റു സൈഡ്. ഈ 2 ഇക്വേഷനും നല്ലതുപോലെ അറിയണം സ്ക്വയറിൻ്റെ കേട്ടോ. ഈ 2 ഇക്വേഷനും അറിഞ്ഞിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. എന്താ, പരപ്പളവ് സൈഡ് ഇൻറ്റു സൈഡ്, അതായത് 3 × 3 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കിട്ടി, ഒരു സൈഡ് 3 ആണെന്നും നമ്മളോട് പറഞ്ഞു അല്ലേ, ഒരു വശം 3 ആണെന്ന് നമ്മളോട് പറഞ്ഞു. പിന്നെയോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് പറഞ്ഞു നിങ്ങളെ, ഏരിയ 9 സെൻറ്റിമീറ്റർ. എന്താണ്, സൈഡ് ഇൻറ്റു സൈഡാണ്, അത് നമുക്കറിയാം അല്ലയോ നിങ്ങളെ. എന്താ, സൈഡിൻ്റെ അതായത് വശം ഇൻറ്റു അല്ലെ വശം ഗുണം വശമാണ് എന്താ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ എന്താ 3 × 3 ആണ് എത്ര, 9 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. 3 സെൻറ്റിമീറ്റർ × 3 സെൻറ്റിമീറ്റർ = 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ ഏരിയ കിട്ടി. എന്താ നിങ്ങളെ, വശം എത്ര ആയിരുന്നു, 3 ആണ്. അപ്പോൾ 3 ആണെങ്കിൽ ഈ 4 വശവും 3 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. 9 വന്നത് എന്താണ്, സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ ആണോ? ഇനി നിങ്ങളുടെ ടെസ്റ്റിൽ ഇങ്ങനെ കുറേ വരച്ചിട്ടേക്കുന്നുണ്ടോ, ഇതൊക്കെ എന്തുവാണെന്ന് നമുക്ക് നോക്കാം. അതായത് ചെറിയ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം 3 ആണെന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണേ. അതിനകത്തിലൊരു ഡയഗണൽ വരയ്ക്കണം. എന്താവും നിങ്ങളെ, ഇത് കേട്ടിരുന്നോണേ, വികരണത്തിൻ്റെ ഇംഗ്ലീഷാണ് ഡയഗണൽ. ഇവിടെ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കഴിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, ഇച്ചിരി കഴിയുമ്പോൾ കാണാൻ വേണ്ടി. എന്താവും നിങ്ങളെ, 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. മനസ്സിലായോ? അതിനകത്ത് നേരെ താപ്പോട്ട് ഒരു ഡയഗണൽ അല്ലെങ്കിൽ വികരണം വരയ്ക്കുക. കണ്ടോ, ഇതിന് നേരെ താപ്പോട്ട് ഒരു വികരണം വരയ്ക്കുക.
കണ്ടോ, ഇവിടെ ഇങ്ങോട്ടൊരു വികിരണം വരയ്ക്കുക. ഇതിനെയാണ് വികിരണം. ഇനി എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ആ വികിരണം എന്നിട്ട് ഇത് വരച്ചതിന് ശേഷം നമ്മുടെ ഈ ഇത് ഓരോ പാർട്ടായിട്ട് ഞാൻ വരച്ചേക്കും. ആദ്യം 3 സെൻറ്റിമീറ്റർ ഒരെണ്ണം വരച്ചു, നമ്മുടെ ടെസ്റ്റിലെ പടം കേട്ടോ. പിന്നീട് എന്ത് ചെയ്യാം നിങ്ങളെ, അതിനകത്തൊരു വികിരണം വരയ്ക്കുക അല്ലെങ്കിൽ ഡയഗണൽ വരയ്ക്കുക. അതിന് ശേഷം എന്താവും നിങ്ങളെ, ഇത് നേരെ അങ്ങോട്ടൊരു വര അങ്ങ് കൊടുക്കുക. കാരണം ഇതിന് വേറൊരു ഇതിൻ്റെ ഇരട്ടിയുള്ളൊരു സ്ക്വയർ വരയ്ക്കാനാണ്. ഇതിൻ്റെ ഇരട്ടി ഇവിടെ 9 സെൻറ്റിമീറ്റർ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയുള്ള ഒരെണ്ണം വരയ്ക്കുക. ഇരട്ടി എത്ര? 18 ഒരെണ്ണം വരയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായോ? 9 സെൻറ്റിമീറ്റർ ഉള്ള നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ. 9 സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയറും ഇനി അതിൻ്റെ ഇരട്ടിയുള്ള ഒരെണ്ണം. ഇരട്ടി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ. അതാണ്ട് 9ൻ്റെ ഇച്ചിരി നേരെ ഇങ്ങോട്ട് നീട്ടി ഇങ്ങ് വരയ്ക്കുക കേട്ടല്ലോ, പെൻസിൽ വെച്ച് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ ഡയഗണൽ ഉണ്ടല്ലോ, ഡയഗണലിൻ്റെ മെഷർ എടുക്കുക. ഡയഗണലിൻ്റെ കറക്റ്റ് മെഷർ അതേ തന്നെ വെക്കുക. കണ്ടോ, ഡയഗണലിൻ്റെ മെഷർ എടുത്തിട്ട് എന്ത് ചെയ്യുക, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഡയഗണലിൻ്റെ മെഷർ എടുത്തിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക കേട്ടോ. ആർക്ക് വരയ്ക്കുക, നല്ലപോലെ തെളിയിച്ച് ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ ആർക്ക് വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ 90 ഡിഗ്രി ഉള്ള സെറ്റ് സ്ക്വയർ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടല്ലോ സെറ്റ് സ്ക്വയർ. ഇത് വെച്ചിട്ട് ഈ സൈഡിലും മേപ്പോട്ടൊരു വര വരയ്ക്കുക. ഇതിന് അളവില്ല, മേപ്പോട്ടൊരു വര വരയ്ക്കുക. ഇവിടെയും വെച്ചിട്ട് ഇത് വന്ന് നിന്നല്ല, ഇവിടെ അവിടെയും വന്നിട്ട് മേപ്പോട്ടൊരു വര വരയ്ക്കുക കേട്ടോ. അളവൊന്നുമില്ല, സ്കെയിൽ പെൻസിൽ വെച്ചിട്ട് മേപ്പോട്ട് വരയ്ക്കുക. അത്രയും ഓക്കെ ആണോ നിങ്ങളെ? അതായത് 3 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക, അതിനകത്തുള്ളൊരു ഡയഗണൽ അല്ലെങ്കിൽ വികരണം വരയ്ക്കുക. ആ വികരണം നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് കുത്തിയിട്ട് ഇങ്ങനെ കുത്തിയിട്ട് അതിനെ ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് എവിടെയാണോ വന്ന് നിൽക്കുന്നത് ആ നിൽക്കുന്നിടത്തുനിന്ന് മേപ്പോട്ട് ഇവിടെ രണ്ടും വരയ്ക്കുക. ഇനി നോക്കണേ, നമുക്ക് ഇതിൻ്റെ എവിടെയാണ് വരുന്നത്, ഇത് നമുക്കൊരു സമചതുരമാക്കാൻ വേണ്ടിയാണ് അല്ലേ. സമചതുരമല്ല, സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ നമ്മൾ എടുത്തല്ലോ, ഇവിടെ എടുത്തല്ലോ, ആ അളവ് തന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെയും ഒരു ആർക്ക് കൊടുക്കുക. ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ആർക്കും ഇതും കൂടെ വന്ന് നിൽക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. കണ്ടോ, ഇപ്പോൾ എന്തായി, ഇതിൻ്റെ ഇരട്ടിയായി. അത് 9ൻ്റെ ഇരട്ടി 18 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ ഒരെണ്ണമായി. അതായത് അത് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മളോട് എത്ര ആണോ ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ഇവിടെ എത്ര 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. 3 ഇൻറ്റു ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ഇൻറ്റു 3 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? ഇനി ഈ 9ൻ്റെ ഇരട്ടിയുള്ള ഒരെണ്ണം നമ്മൾ ഇപ്പുറത്ത് വരയ്ക്കാനാണ്. 9ൻ്റെ ഇരട്ടിയുള്ള ഒരു സ്ക്വയർ ഇപ്പുറത്ത് വരയ്ക്കണം. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ക്വയറിനെ ഇങ്ങോട്ട് നീളത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങോട്ട് നീളത്തിലൊരു വര വരയ്ക്കുക. രണ്ടാമത്തെയാണ് നീളത്തിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഡയഗണൽ എടുക്കുക. ഡയഗണൽ എന്ന് വെച്ചാൽ വികരണം എടുക്കുക. ഈ ഡയഗണലിൽ കുത്തി ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് വന്ന് നിൽക്കുന്ന സ്ഥലത്തിനെ മേപ്പോട്ട് മേപ്പോട്ട് വരയ്ക്കുന്നത് നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തെറ്റാതെ മേപ്പോട്ടൊരു വര കിട്ടും. ഇവിടെയും കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡയഗണലിൻ്റെ ഇതുപോലെ തന്നെ ഇവിടെയും കുത്തി ഇവിടെ കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും, എന്നിട്ട് ഇതും കൂടെ വന്ന് യോജിക്കുന്ന സ്ഥലം, അപ്പം നോക്കിക്കേ, ഒരു സ്ക്വയർ കിട്ടി. ഇതുപോലെയാണ് ഇനി നിങ്ങളുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എക്സർസൈസ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. 32 സ്ക്വയർ സെൻറ്റിമീറ്റർ. 32 എന്ന് പറയുന്ന സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? നമ്മൾ ഫസ്റ്റ് പാർട്ടിനകത്തിൽ സ്ക്വയർ പഠിച്ചായിരുന്നു അല്ലേ. 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അപ്പം നമുക്ക് 32 കിട്ടുന്നുണ്ടോ? ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, 32ൻ്റെ പകുതി, അതായത് ചെറുതും വലുതുമായ 2 സ്ക്വയർ വരയ്ക്കാനാണ്. ചെറുതും വലുതുമായ. അപ്പം 32ൻ്റെ പകുതി എടുക്കണം. ഹാഫ് ഓഫ് ഏരിയ. 32ൻ്റെ പകുതി എത്രയാവും നിങ്ങളെ? 16. മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന്? 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 32 എന്ന് പറയുന്നത് നമുക്കില്ല. ഉണ്ടായിരുന്നോ? നമ്മൾ പഠിച്ചപ്പം 32 വരുന്നുണ്ടോ? ഇപ്പോൾ 6 36 വരുന്നത്. 5 5 25 25ഉം 36ഉം 5 ഇൻറ്റു 5 25ഉമാണ്. 6 ഇൻറ്റു 6 36. അപ്പം 32 വരുന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ പകുതി എടുത്തു. ഹാഫ് ഏരിയ എത്ര? 32ൻ്റെ പകുതി 16 സെൻറ്റിമീറ്റർ. 16 വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ പകുതി എടുത്തു. ഇനി നമ്മൾ സൈഡ് വശം കാണാൻ നമ്മൾ ആദ്യമേ ചെയ്തതാണ് റൂട്ട് 16. അതൊക്കെ നമ്മൾ നേരെ ഫസ്റ്റ് പഠിച്ചല്ലേ. 16 റൂട്ട് വന്ന എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. 16 = 16 എന്ന് പറയുന്ന ഏതാണ്? 4 ഇൻറ്റു 4 ആണ്. റൂട്ട്
4 ഇൻറ്റു 4 അപ്പം 4 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പം നമുക്ക് ഒരു വശം എത്ര കിട്ടി? 4 കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ 4 സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. എന്താ നിങ്ങളെ 4 സെൻറ്റിമീറ്റർ കണ്ടോ? കറക്റ്റായിട്ട് 4 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണേ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? 4 സെൻറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് തന്നെ 4 വശവും എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ ആണോ? ആ 4 സെൻറ്റിമീറ്റർ വേണേൽ ഒന്നുകൂടെ വരയ്ക്കണോ നിങ്ങളെ? 4 സെൻറ്റിമീറ്റർ ഒന്നുകൂടെ അങ്ങ് വരയ്ക്കാം. നോക്കിക്കേ, 4 0 to 4 0 to 4 0 to സ്പീഡിൽ ഞാൻ വരയ്ക്കാൻ പഠിപ്പിക്കാം. നോക്കണേ, 0 to കറക്റ്റായിട്ട് സമാധാനത്തെ വരയ്ക്കണം കേട്ടോ. സ്പീഡ് അതെ വരച്ചു. കണ്ടല്ലോ, ഇതെത്ര നമ്മളോട് പറഞ്ഞത്? 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ? ഇതിന് സംശയമൊന്നുമില്ല. ഇനി ഇതിനകത്ത് എന്തോ ചെയ്യോ നിങ്ങളെ? ഒരു ഡയഗണൽ വരയ്ക്കാനാണ് പറഞ്ഞത്. എന്താ നിങ്ങളെ? ഒരു ഡയഗണൽ. അപ്പം ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഇതിൻ്റെ പരപ്പളവ് 4 ഇൻറ്റു 4 16 ആണ്. ഓക്കെ ആണല്ലോ? 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി എന്ത് ചെയ്യാന്നറിയോ? ഇതിനെ കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങോട്ട് ഇച്ചിരി നീളത്തിൽ പെൻസിൽ വെച്ച് വരയ്ക്കണേ. നിങ്ങൾക്ക് ഞാൻ കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പേന വെച്ച് വരയ്ക്കുന്നത് കേട്ടോ. കണ്ടോ? നീളത്തിൽ ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്താവും നിങ്ങളെ? ഇതിൻ്റെ ഈ ഡയഗണൽ എടുത്തിട്ട് കറക്റ്റായിട്ട് എടുക്കണം. അതിൻ്റെ ആ പോയിൻ്റ് വരേണ്ട ഈ ഡയഗണൽ കണ്ടോ? ഇവിടെ വരെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക. കണ്ടോ? ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക. ഇനി ഈ ആർക്ക് വന്ന് നിൽക്കുന്നിടത്ത് നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് മേപ്പോട്ടൊരു ആർക്ക് എവിടാണോ വന്ന് നിന്നത് അതിന് നേരെ എന്ത് ചെയ്യുക? മേപ്പോട്ട് ഒരു വര വരയ്ക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ഈ ഒരു സൈഡ് നമ്മൾ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ അതുപോലെ മേപ്പോട്ട് കൊടുക്കുക. ഇനി കാണാൻ പറ്റുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യുക? ഈ ആർക്ക് അതുപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കുക. കാരണം എവിടെ വരണമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് അവിടെ എടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് രണ്ടും കൂടി കണ്ടോ? രണ്ടും കൂടി കൂട്ടിമുട്ടിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. 16ൻ്റെ ഇരട്ടി എത്ര നിങ്ങളെ? 32 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കണക്കാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇത് ചെയ്തു. സൂം ചെയ്തപ്പോൾ ഇച്ചിരി വലുതായിപ്പോയി. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇതാണ് സംഭവം. പിടികിട്ടിയോ? ആദ്യം എന്ത് ചെയ്യുക? ഇപ്പം 2 എണ്ണം നമ്മൾ ചെയ്തു. ഇത് ചെയ്തില്ലേ, മനസ്സിലായില്ലേ? ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കാണുക ഇതെങ്ങനെയാണെന്ന്. ഇത് വരച്ച് ഞാൻ ഒന്നുകൂടെ കാണിച്ചതാണിത്. കണ്ടോ? ഇനി രണ്ടാമത്തെ ചോദ്യം 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ 50 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. ഇനി 50 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആണോ? എന്തിൻ്റെയും സ്ക്വയർ ആണോ 50? 6 6 36 7 7 49 8 8 64 9 9 81 10 10 100. അപ്പോൾ 50 അതിനകത്തിൽ വല്ലതും വരുന്നുണ്ടോ? 5 5 25 6 6 36 7 7 49 50 വരുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെ പകുതി എടുത്തു. 50ൻ്റെ പകുതി 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. 25 ഉണ്ടല്ലോ. എത്ര നിങ്ങൾ? 25 5 ഇൻറ്റു 5 25ആണ്. അപ്പം നമുക്ക് എത്ര? 5 സെൻറ്റിമീറ്റർ ആണ് സൈഡ് കിട്ടിയത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ കോമ്പസ് ഉപയോഗിച്ചോ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? സ്ക്വയർ വരയ്ക്കാൻ അറിയാമല്ലോ? വരയ്ക്കാൻ നിങ്ങൾ എവിടെ തെളിഞ്ഞ് 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ, 5ആണ് എടുക്കേണ്ടത്. 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഏരിയ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? 5 ഇൻറ്റു 5 25 ആയിരിക്കും അതിൻ്റെ ഏരിയ. അപ്പോൾ അത് കിട്ടി. പിന്നെ നിങ്ങളുടെ ജോലി രണ്ടാമത്തെന്ന് വെച്ചാൽ ഇതിനെ അങ്ങോട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ ആണോ? പിന്നെ നമ്മളുടെ ജോലി കോമ്പസ് എടുത്തിട്ട് ഇതിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ വികീർണം എത്രയാണെന്ന് വെച്ചാൽ എടുത്തിട്ട് കേട്ടോ, ഡയഗണൽ എടുത്തിട്ട് കറക്റ്റായിട്ട് എടുക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അതിന് നേരെ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടെന്ന് വെച്ചാൽ, സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? കറക്റ്റായിട്ട് മേപ്പോട്ടും താപ്പോട്ടും കിട്ടാൻ വേണ്ടി ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത് കേട്ടോ.
അത് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചോണം. അത് ഉപയോഗിച്ചിട്ട് മേപ്പോട്ടൊരു വര കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വെച്ചിട്ട് മേപ്പോട്ട് വെച്ച് വര കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇവിടെ എത്രയാണോ നമ്മൾ ആർക്ക് എടുത്തത് അത് തന്നെ ഇവിടെയും എടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി വന്ന് ചേരുന്ന സ്ഥലത്തിനെ യോജിപ്പിക്കുക കേട്ടോ. യോജിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് 25ൻ്റെ ഇരട്ടി 50, നമ്മുടെ ചോദ്യം 50 അല്ലേ, 50 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നല്ലപോലെ നോക്കി മനസ്സിലാക്കണം. ഇതിപ്പോൾ ഞാൻ ഒത്തിരിയും പറഞ്ഞതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് പറയുന്നത്. അടുത്ത മൂന്നാമത്തത് 12.5 ആണ്. 12.5 എന്ന് പറയുന്നത് ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെ പകുതി എടുത്തു, 6.25. 12.5ൻ്റെ പകുതി എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 12.5ൻ്റെ പകുതി 6.25 സെൻറ്റിമീറ്റർ സ്ക്വയർഡ്. അപ്പോൾ 6.25 ഇവിടെ എന്താ ദശാംശമാണ് അല്ലേ, ഡെസിമലിലാണ് വന്നതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം അല്ലേ. അപ്പോൾ 100, 6.2. അപ്പോൾ അതിനേതാണ്ട് റൂട്ട് വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കണ്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? 6.25നെ ഈ 0.25 എന്നുള്ളതിന് 100 വരുന്നുണ്ട് കേട്ടോ. അതാണിത്. 625 എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമ്മൾ 1 മുതൽ പഠിച്ചത് 625 × 25 ആണ് 625. അത് അറിഞ്ഞോണേ കേട്ടോ. ചിലതൊക്കെ കാണാതെ അങ്ങ് പഠിച്ചോണേ നിങ്ങൾ. 5 × 5, 10 × 10, 20 × 20, 25 × 25, 50 × 50, ഇതൊക്കെ നല്ലപോലെ കാണാതെ പഠിക്കണം കേട്ടോ. 25 × 25 625 ആണ്. 10 × 10 100മാണ്. അപ്പം 25ൻ്റെ സ്ക്വയർ, 10ൻ്റെ സ്ക്വയർ, 25 2.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതുവരെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നോക്കിക്കേ. ഇനി അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. 2.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സ്ക്വയറിനെ കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്ന് വെച്ചാൽ നീട്ടി വരയ്ക്കുക. പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. നിങ്ങളെ മൊബൈലിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പേന വരച്ചത്. എപ്പോഴും പെൻസിലും സ്കെയിലും വെച്ച് വേണം വരയ്ക്കാൻ. ഇനി അതിനകത്തുള്ളൊരു ഡയഗണൽ വരയ്ക്കുക. ആ ഡയഗണൽ ഉണ്ടോ, ആ ഡയഗണൽ വരയ്ക്കുക. ആ ഡയഗണൽ വെച്ച് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് മേപ്പോട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ടൊരു മേപ്പോട്ടൊരു വര വരയ്ക്കുക. ഇവിടെയും മേപ്പോട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ ഡയഗണലിലെ മനസ്സിലാവുന്നുണ്ടോ എന്തോന്നറിയാം. അതെ, ഇതാണ് ഈ ഡയഗണൽ അല്ലേ വികരണം എന്ന് പറഞ്ഞത് അല്ലേ. ഇത് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അത് തന്നെ വെച്ചിട്ട് മേളിലും ഒരു ആർക്ക് കൊടുക്കുക കണ്ടോ. എന്നിട്ട് ഇതിനെ യോജിപ്പിക്കുമ്പോൾ എന്താ, ഇതിൻ്റെ ഇരട്ടിയുള്ള ഒരു സ്ക്വയർ ഇവിടെ കിട്ടുമെന്ന്. ഓക്കെ ആണല്ലോ? അത് ഓക്കെ ആണോ നിങ്ങൾ? ഏതാ 12.5ൻ്റെ ആണ് ഈ കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് നാലാമത്തെ 24 അരയുടെ ഹാഫ് ഓഫ് ഏരിയ. 24 എന്ന് പറയുന്ന ഒന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുത്തു. എത്ര? 49/4 വരും. എന്താ നിങ്ങളെ എങ്ങനെയാ വന്നത്? അതായത് 24 എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റി. അതായത് എന്താ മിശ്രഭിന്നം അല്ലേ. അതായത് മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റി. 49 വരുന്ന അറിയാമല്ലോ. 24 × 2, 48 അധികം 1, 49/2. പിന്നെ നമ്മൾ എന്താ അതിൻ്റെ പകുതി അല്ലേ, പകുതിയാണ് 2. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനെ ചെയ്യാൻ എളുപ്പം ഇതിനെ എന്താ ഒന്നും വെട്ടാനും ഒന്നും പറ്റത്തില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 49/2 × ഇതിൻ്റെ അടിയിൽ ഒന്നുകൂടി വരും കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ. ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. ഇതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു മെത്തേഡ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 49 × 1 49, 2 × 2 4. ഇത് നല്ലപോലെ മനസ്സിലാക്കണേ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന്. അതായത് ഇതിൻ്റെ പകുതിയല്ലേ നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്ക് മിക്സർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ മിശ്രഭിന്നം ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? 49/2. പിന്നെ ഈ 2 എന്ന് വെച്ചാൽ പകുതി, ഇതിൻ്റെ പകുതി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനെ നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഈ 1 എവിടുന്ന് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ /1 എന്ന് വരും കേട്ടോ ഇവിടെ. അതിനെ നമ്മൾ തിരിച്ചിടുമ്പോൾ 1/2 എന്ന് പറയും കേട്ടോ. ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. 1/2 എന്നുള്ളത് അല്ലേ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ 49 × 1 49, /2 × 2 4. അപ്പം 49/4 അല്ലേ. 49/4 എന്നുള്ള 49 7ൻ്റെയാണ്, 4 2ൻ്റെ. അപ്പോൾ 7/2. 7/2 എന്ന് വെച്ചാൽ 3.5 ആണ്. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2 6/10.10 5 2 10 3.5 ആണ്. അപ്പം നമ്മൾ ആദ്യമേ ഞാനൊന്ന് ചെയ്ത് തരയ്ക്കുക. ആദ്യമേ 3.5 ഉള്ള ഒരു വര വരയ്ക്കുക, ഒരു സ്ക്വയർ വരയ്ക്കുക. അത് ഞാൻ കാണിക്കാമേ. നോക്കിക്കേ, 3.5 0 മുതൽ 3.5 വരെ. ഇവിടെ അങ്ങോട്ട് 0 മുതൽ 3.5 വരെ. ഇവിടെയും 0 മുതൽ 3.5
നല്ലപോലെ സമാധാനത്തെ വരയ്ക്കണേ. ഞാൻ ഇച്ചിരി നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ വരച്ചെന്നേ ഉള്ളൂ. എല്ലാം 3.5, കാരണം 4 വശം ഒരുപോലെയാണ്. എത്ര? 3. 1-2 എണ്ണം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കും ഒന്ന് സ്പീഡാവും. താഴെ 1-2 എണ്ണം വരയ്ക്കുമ്പോഴേ നിങ്ങൾക്കും നല്ല സ്പീഡാവും കേട്ടോ. 3.5, 3.5, അതിനൊരു മാറ്റമില്ല. ഇതിനകത്തിലൊരു ഡയഗണൽ വരയ്ക്കുക. ഇതിനകത്തിലെന്താ? ഒരു ഡയഗണൽ അല്ലെങ്കിൽ വികീർണം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങോട്ട് നീട്ടി ഒരു വര വരയ്ക്കുക. ഉണ്ട്, നീട്ടി ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡയഗണലിലെ ഉണ്ടോ, ഈ ഡയഗണലിനെ ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് കേട്ടോ, ആർക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ആർക്കിനെ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് മേപ്പോട്ടൊരു വര വരയ്ക്കുക. നിങ്ങളുടെ ടീച്ചറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പടപടാന്ന് ചെയ്ത് കാണിക്കണം കേട്ടോ. കാരണം നമ്മളിത് പഠിച്ചെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ, നേരെ വെച്ച് വരയ്ക്കണേ, നേരെ തന്നെ വരയ്ക്കണേ കണ്ടോ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? മേപ്പോട്ടൊരു വര കൊടുക്കുക, കാരണം ഈ സൈഡും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളിവിടെ എടുത്ത ആർക്കില്ലേ, അത് തന്നെ ഇവിടെയും കൊടുക്കുക. അതെ, ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടും കൂടി ഉണ്ട്, ഇതും ഒരേ രീതിയായിരിക്കും വരുന്നത് കേട്ടോ. ഇത് രണ്ടും. അതല്ല മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ വരച്ചതിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം നമ്മൾ സ്പീഡിൽ വരയ്ക്കുമ്പം ഉണ്ട്, ഇവിടെ ഒരു ഇച്ചിരി പൊങ്ങാനില്ല. അതായത് കണ്ടോ, ഇവിടെ ഒരു ഇച്ചിരി വേരിയേഷൻ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിവിടെ എടുക്കുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയും അപ്പോൾ ഒരുപോലെ വരും. ഇപ്പോൾ ഇതെത്ര? 3.5 ഇൻറ്റു 3.5 എത്ര? 3.5 ഇൻറ്റു 3.5, 5 5 25, ശിഷ്ടം 2, 3 5 15 16 17, 3 5 15, ശിഷ്ടം 1, 3 9 1 10, 5 7 8 9 10 11 12 1, 12.25. ഇവിടെ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 12.25 കിട്ടി. അപ്പോൾ ഇതെത്ര? ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നില്ലേ. അപ്പോൾ ഇതെത്ര? 24.5 അല്ലെ 24.5 ഇതും കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യാനുണ്ടല്ലോ. 4 5 മാർക്കൊക്കെയാണ്, എളുപ്പമല്ലേ? ഓക്കെ, പാർട്ട് 2 അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാർട്ട് 1 നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ഈ 3 കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കേട്ടോ, ഇന്ന് എളുപ്പം ഇട്ടതാവും നിങ്ങളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണക്ക് കേട്ടോ. ഓക്കെ ആണല്ലോ? കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്